നമസ്കാരം, എല്ലാവർക്കും വേ ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയാണ്. അപ്പോൾ മുൻവർഷങ്ങളിൽ ചോദിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതെല്ലാ ഡിഗ്രി എക്സാംസിനും ഈ RBIയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് RBIയെ സംബന്ധിച്ച് ശരിയായത്? ഓപ്ഷൻ എ, വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വിലസ്ഥിരത നിലനിർത്തുന്നു. ഓപ്ഷൻ ബി, സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക, നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുക, പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ നൽകുക. ഓപ്ഷൻ സി, വിദേശ വ്യാപാരവും പേയ്മെൻറ്റും സുഗമമാക്കുന്നതിനും ഇന്ത്യയിലെ വിദേശ വിനിമയ വിപണിയുടെ ചിട്ടയായ വികസനവും പരിപാലനത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും. ഇവയിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്, അതായത് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ശരിയായത് മാത്രം നോക്കാം. ഓപ്ഷൻ 2, ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് RBI ആണ്. ഓപ്ഷൻ 3, ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മൂലമാണ്. ഇവ രണ്ടുമാണ് ശരിയായ ഓപ്ഷൻസ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതു ചെലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, പലിശ അടവുകൾ. അപ്പോൾ സർക്കാർ പൊതു ചെലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലുതായിട്ടുള്ളതാണ് ഈ പലിശ അടവുകൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിൻ്റെ വിതരണം കുറയ്ക്കുന്നത്? ഇതിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്. അടുത്ത ചോദ്യം, റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറയുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ശരിയായത് ഓപ്ഷൻ 1, 2, 3 ഇതെല്ലായ്പ്പോഴും ബാങ്കിൻ്റെ റേറ്റിൽ കുറവാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ റിപ്പോ റേറ്റിനെ സംബന്ധിച്ച് ശരിയായതാണ് ഈ 1, 2, 3, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഓർ ധനകമ്മി എന്നാൽ എന്താണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മുഴുവൻ ചെലവ്, മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. അടുത്ത ചോദ്യം, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ഇതിൽ ശരിയായത് 1, 2 ഓപ്ഷൻ എ. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. അപ്പോൾ ഉത്തരം ശരിയായത് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഇതിൽ ശരിയായത് 3, പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, ബാങ്ക് നിരക്ക് എന്നാൽ എന്താണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് ഡിസ്കൗണ്ടിങ് നിരക്കാണ്. ഇതാണ് ബാങ്ക് നിരക്ക് എന്നാൽ. അടുത്ത ചോദ്യം, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ഇതിൽ ശരിയായത് ഓപ്ഷൻ എ ആണ്, 1, 2. RBI മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. ഇവ രണ്ടുമാണ് ശരിയായത്. അപ്പോൾ ഓപ്ഷൻ എ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് RBIയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറയാനുള്ളത്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന് ഈ RBIയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കൂടി എല്ലാവരും നോക്കുക. ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഒന്ന് നോക്കി വെക്കുക.